ഗുരുതരമായ കുറ്റകൃത്യം ചെയ്യുന്നത് പ്രധാനമന്ത്രിയായാലും കസേര തെറിക്കുമെന്ന നിയമം ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ ഏറ്റവും വലിയ കരുത്തായി ആഘോഷിക്കപ്പെടേണ്ടതാണ്. പക്ഷേ 130-ാം ഭരണഘടനാ ഭേദഗതിയായി BJP അത് കൊണ്ടുവരുമ്പോൾ ജനാധിപത്യ ധ്വംസനവും അഴിമതിയുമായി ചിത്രീകരിക്കപ്പെടുന്നു. ഇത് ചർച്ച ചെയ്യാനുള്ള പാർലമെന്ററി സമിതിയെ പ്രതിപക്ഷം ഒന്നടങ്കം ബഹിഷ്കരിച്ചു. എന്തുകൊണ്ടാണിത്? ജനാധിപത്യ ഭരണഘടനയ്ക്ക് ചുവട്ടിലിരുന്ന് പ്രതിപക്ഷമുക്ത ഭാരതം സ്വപ്നം കാണുന്ന BJPയുടെ രാഷ്ട്രീയമാണ് പ്രധാന കാരണം. മറ്റൊന്ന്, ഈ നിയമം വന്നാൽ പ്രധാനമന്ത്രിയോ BJPക്കൊപ്പമുള്ള ഏതെങ്കിലും മന്ത്രിയോ കേസിൽപ്പെടുകയോ സ്ഥാനഭ്രഷ്ടരാവുകയോ ചെയ്യുമെന്ന് സാമാന്യ ബോധമുള്ള ഒരു പൗരനും കരുതുന്നില്ല. യുക്തിസഹമായി ചിന്തിച്ചാൽ മോദിയുടെ 10 വർഷത്തിനിടെ അഴിമതിക്കാരനായ ഒരു BJPക്കാരനെ പോലും കണ്ടെത്താനാകാത്ത ഇടിക്ക് ഇനിയും ജനാധിപത്യ ശുദ്ധീകരണത്തിന് പ്രതിപക്ഷം വേണ്ടിവരും. ഉറപ്പാണ് ഈ നിയമം ദുരുപയോഗിക്കപ്പെടും. 1000 രാഷ്ട്രീയ കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഈ ജനാധിപത്യവും ഫെഡറൽ സംവിധാനവും ശിക്ഷിക്കപ്പെടരുത്. 5 വർഷത്തിൽ കൂടുതൽ തടവ് ലഭിക്കാവുന്ന ക്രിമിനൽ കേസിൽ തുടർച്ചയായി 30 ദിവസത്തിലേറെ അറസ്റ്റിലാകുന്ന പ്രധാനമന്ത്രി, മുഖ്യമന്ത്രിമാർ, മന്ത്രിമാർ, ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥർ എന്നിവരെ പദവികളിൽ നിന്ന് നീക്കം ചെയ്യുന്നതിന് വ്യവസ്ഥ ചെയ്യുന്നതാണ് വിവാദ ബിൽ. പാർലമെന്റിന്റെ കഴിഞ്ഞ വർഷകാല സമ്മേളനത്തിന്റെ അവസാന ദിവസം പ്രതിപക്ഷ എതിർപ്പിനെ അവഗണിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആണ് ലോക്സഭയിൽ ബിൽ അവതരിപ്പിച്ചത്. കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ സർക്കാർ ഭേദഗതി ബിൽ, ജമ്മു കാശ്മീർ പുനഃസംഘടനാ ഭേദഗതി ബിൽ എന്നിവയും ഉണ്ടായിരുന്നു. ഇവ ചർച്ച ചെയ്യാൻ സംയുക്ത പാർലമെന്ററി സമിതി രൂപീകരിക്കുന്നതിന് മുൻപ് തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ബഹിഷ്കരിച്ചിരിക്കുകയാണ്. ഭരണകക്ഷികൾക്കൊപ്പം ചെറു പാർട്ടികളെയും സ്വതന്ത്രരെയും ഉൾപ്പെടുത്തി കേന്ദ്രം JPC രൂപീകരിച്ചേക്കും. കുറ്റകൃത്യ അഴിമതി വിരുദ്ധമെന്ന് BJP പരസ്യം കൊടുത്തിരിക്കുന്ന ബില്ലിന്റെ കാണാച്ചരടുകൾ ശത്രുസംഹാരക്രിയയിലൂടെ ജനാധിപത്യ ധ്വംസനത്തിനുള്ളതായിരിക്കുമെന്ന് ഭയപ്പെടാൻ കാര്യമുണ്ട്. നിലവിലെ നിയമം അനുസരിച്ച് പാർലമെന്റ് അംഗവും നിയമസഭാ അംഗവും 2 വർഷത്തിലേറെ തടവ് ശിക്ഷയിൽ വിധിക്കപ്പെട്ടാൽ മാത്രമേ അയോഗ്യരാവുകയുള്ളൂ. എന്നാൽ പുതിയ ഭേദഗതികൾ അനുസരിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ രജിസ്റ്റർ ചെയ്യുന്ന കേസിൽ 5 വർഷത്തിൽ കൂടുതൽ തടവ് ലഭിക്കാവുന്ന ക്രിമിനൽ കേസിൽ 30 ദിവസം അറസ്റ്റിൽ കഴിഞ്ഞാൽ അയോഗ്യരാകും. ഇവിടെ പ്രധാന ചോദ്യം, ആരാണ് കുറ്റവാളിയെ തീരുമാനിക്കുന്നത് എന്നതാണ്. വിശ്വാസ്യത നഷ്ടപ്പെട്ട് കോടതികളിൽ പോലും തലകുനിച്ചു നിൽക്കുന്ന അന്വേഷണ ഏജൻസികൾ. ഈ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് 5 വർഷത്തിലേറെ ശിക്ഷ ലഭിക്കാവുന്ന ഏതെങ്കിലും കുറ്റം ചുമത്തി പ്രതിപക്ഷത്തെ ഒരു മന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നതും ജാമ്യം കിട്ടാത്ത വാദങ്ങൾ നിരത്തി 30 ദിവസം അകത്തിടാൻ കോടതിയിൽ നിന്ന് അനുമതി വാങ്ങുന്നതും നിസ്സാരമാണെന്ന് ആർക്കാണ് അറിയാത്തത്? ഈ നിയമം വന്നാൽ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ കേന്ദ്രത്തിനെതിരെ എന്തെങ്കിലും തീരുമാനമെടുക്കോ? 130-ാം ഭരണഘടനാ ഭേദഗതിയുടെ ആപത്ത് സാധ്യതകളെ അന്വേഷണ ഏജൻസികളുടെ BJP ഭരണത്തിലെ നടപടികളുമായി ചേർത്തല്ലാതെ വിശകലനം ചെയ്യാനാകില്ല. ഇക്കഴിഞ്ഞ മാർച്ചിൽ ED കേസുകളുമായി ബന്ധപ്പെട്ട് AA റഹീം MPയുടെ ചോദ്യത്തിന് മറുപടിയായി രാജ്യസഭയിൽ കേന്ദ്രമന്ത്രി പങ്കജ് ചൗധരി പറഞ്ഞതനുസരിച്ച് 10 വർഷത്തിനിടെ ED 193 കേസുകളെടുത്തു. തെളിയിക്കാനായത് 2%. 2014 മുതൽ 2022 വരെ 8 വർഷത്തിനിടെ 121 രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ കേസെടുത്തു. 95% പ്രതിപക്ഷ നേതാക്കൾ. അതിലേറെയും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെ കോൺഗ്രസുകാർ. അതേസമയം UPA സർക്കാരിന്റെ 2004 മുതലുള്ള 10 വർഷത്തിനിടെ 26 രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയാണ് ED കേസെടുത്തത്. ഇതിൽ ഏകദേശം പകുതി, അതായത് 14 പേർ മാത്രമായിരുന്നു പ്രതിപക്ഷത്തു നിന്നുള്ളത്. അഴിമതി കേസുകളിൽ പ്രതികളായവർ BJPയിൽ ചേർന്നാൽ പിന്നെ കേസ് വേറെ വഴിക്കാകും. ED ഫെഡറൽ സംവിധാനത്തെ വെല്ലുവിളിച്ച് സംസ്ഥാനങ്ങളുടെ അധികാരത്തിലേക്ക് കടന്നു കയറുകയാണെന്ന് സുപ്രീം കോടതി വിമർശിച്ചത് 2 ദിവസം മുൻപാണ്. മദ്യവിൽപ്പനയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷനെതിരായ ED അന്വേഷണത്തിന് ഏർപ്പെടുത്തിയ സ്റ്റേ നീട്ടിക്കൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് BR ഗവായി അധ്യക്ഷനായ ബെഞ്ച് ആഞ്ഞടിച്ചത്. 3 മാസം മുൻപ് രാഷ്ട്രീയ പോരിന് അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുന്നത് എന്തിനാണെന്നും തങ്ങളെ കൊണ്ട് കൂടുതൽ പറയിച്ചാൽ EDക്കെതിരെ കഠിനമായ പരാമർശങ്ങൾ നടത്താൻ നിർബന്ധിതരാകുമെന്നുമാണ് ചീഫ് ജസ്റ്റിസ് തന്നെ അധ്യക്ഷനായ ബെഞ്ച് മുന്നറിയിപ്പ് നൽകിയത്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഭാര്യയ്ക്കെതിരായ ഭൂമി ഇടപാട് കേസ് റദ്ദാക്കിയ ഹൈക്കോടതി നടപടിക്കെതിരെ ED അപ്പീൽ നൽകിയതിനെയാണ് സുപ്രീം കോടതി വിമർശിച്ചത്. പലതും ചേർത്ത് വായിക്കേണ്ടതാണ്. അന്വേഷണ ഏജൻസികളുടെ ദുരുപയോഗം, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നതിലെ സർക്കാർ അപ്രമാദിത്വം, തുടർന്നുണ്ടായ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ആരോപണങ്ങൾ എന്നിവയ്ക്കൊപ്പം ഈ ഭേദഗതി നിയമത്തിന്റെ ദുരുപയോഗവും ഉണ്ടായാൽ പ്രതിപക്ഷമുക്ത സ്വസ്ഥ ഭരണത്തിന്റെ കുറുക്കുവഴിയാണ് തെളിയുന്നത്. ആ വഴി ജനാധിപത്യത്തിൻ്റെതല്ല. ഭരണഘടനാ ഭേദഗതി ആയതിനാൽ പാർലമെന്റിലെ 3/2 ഭൂരിപക്ഷമില്ലാതെ ബിൽ പാസ്സാകില്ലെന്ന് പ്രതിപക്ഷത്തിന് മാത്രമല്ല ഭരണപക്ഷത്തിനും അറിയാമെന്നത് മറക്കരുത്. സർക്കാരിന് സമയമുണ്ട്. പ്രതിപക്ഷത്തെ കൊടികെട്ടി അഴിമതിക്കാരെ ഓർത്താൽ ഈ നിയമം അനിവാര്യം തന്നെയാണ്. പക്ഷേ ഇവരെ സൂക്ഷിക്കുക എന്ന പോസ്റ്റർ ഒട്ടിക്കുന്നത് ഏകാധിപത്യമാണെങ്കിൽ പോസ്റ്ററിലേക്ക് മാത്രമല്ല നോക്കേണ്ടത്. മമതാ ബാനർജി സമൂഹ മാധ്യമത്തിൽ കുറിച്ചതുപോലെ ED, CBI തുടങ്ങിയ തെരഞ്ഞെടുക്കപ്പെടാത്ത അധികാരികൾക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന സർക്കാരുകളുടെ പ്രവർത്തനത്തിൽ ഇടപെടാൻ അവസരം കൊടുക്കരുത്.